അപ്പോൾ നമുക്ക് കഴിച്ചാലോ? ഞങ്ങൾ തന്നെ ഉണ്ടാക്കിക്കൊണ്ട് പറയുമെന്ന് പറയരുത്, ഒരു രക്ഷയില്ല, അസാധ്യ ടേസ്റ്റ്. പീസൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഈദായിട്ട് നമ്മൾ വീട്ടിലൊരു ബിരിയാണി ഉണ്ടാക്കി കേട്ടോ. നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ദം ബിരിയാണി. ഈ ബിരിയാണി ഉണ്ടല്ലോ ഗൈസ്, ഒരു രക്ഷയില്ലാത്ത നല്ല സ്മെല്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സ്മെല്ല്. ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ കഴിക്കാൻ തോന്നിയൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സ്പെഷ്യൽ ദം ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും എടുക്കുവാണേ. അതൊരു പകുതി ചെറുനാരങ്ങയുടെ നീരൊഴിച്ചിട്ട് മിക്സ് ചെയ്യാണ്. ഇത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് നമുക്ക് ഇവിടെ മാറ്റി വെക്കാം കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് റൈസിൻ്റെ പരിപാടി നോക്കാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് അരി എടുത്തിട്ട് കഴുകിയെടുക്കാം കേട്ടോ. നമ്മൾ 3 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്, ജീരകശാല അരിയാണ് കേട്ടോ. അരി നന്നായിട്ട് കഴുകി വെള്ളം വാർന്നു പോകാൻ വയ്ക്കാം കേട്ടോ. ഈ സമയം കൊണ്ട് നമുക്ക് ബിരിയാണിക്കുള്ള മസാല ഉണ്ടാക്കണം. പെരിഞ്ചീരകം, ഗ്രാമ്പൂ, ജാതിപത്രി, കുരുമുളക്, പട്ട, തക്കോലം, ഒരു ചെറിയ കഷ്ണം ജാതിക്ക എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഏലക്കയും കൂടെ എടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നമ്മൾ നന്നായിട്ട് അത് പൊടിച്ചെടുക്കണം കേട്ടോ. ഇനി നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ ചതച്ചെടുക്കുകയാണ്. ശരിക്കും ഇതിന്റെ മെയിൻ എരിവ് ഈ പച്ചമുളകിന്റെ ആണ്, അതിനനുസരിച്ച് മുളക് എടുക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ ബിരിയാണിക്ക് ആവശ്യമുള്ള സവാള വറക്കാം കേട്ടോ. അതിനുവേണ്ടി വെളിച്ചെണ്ണ നെയ്യും കൂടെ മിക്സ് ചെയ്താണ് ഞങ്ങൾ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് മാത്രം യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായി വരുന്നുണ്ട്. നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച സവാള അതിനകത്ത് ഇടാവേ. ഈ സവാള ഒരുപാട് ഫ്രൈ ആയി പോകാതെ ഈ പരുവത്തിൽ എടുക്കണം കേട്ടോ. ഈ വറുത്ത് വെച്ച സവാള മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ആ പാത്രത്തിലേക്ക് കുറച്ചുകൂടി എണ്ണ എടുത്ത് കേട്ടോ. ഇതിലേക്ക് ഗ്രേവിക്ക് വേണ്ട സവാള വഴറ്റിയെടുക്കുകയാണ്. ഈ സവാള ചെറുതായിട്ടൊന്ന് വഴണ്ട് ട്രാൻസ്പെറൻറ്റ് ആകുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്തോട്ട് ആദ്യം ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി ഇടാം കേട്ടോ. ഇതിൻ്റെ ഒരു പച്ചമണം മാറി വരുമ്പോഴത്തേക്കും മഞ്ഞപ്പൊടിയും പിന്നെ നമ്മൾ ആദ്യം പൊടിച്ച് മാറ്റി വെച്ചേർന്നതിനകത്ത് പകുതി ഗരം മസാലയും കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടി ഇടുന്നുണ്ട്. നമ്മൾ ഈ പൊടികളൊക്കെ ഇടുമ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ടിരുന്നേ. അങ്ങനെ ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റി ആ പച്ചമണം മാറുമ്പോഴേക്കും നീളത്തിൽ അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി ഇടുവാണ് കേട്ടോ. തക്കാളി നന്നായിട്ട് വഴറ്റി ഉടച്ചെടുക്കണം. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കണം മല്ലിയിലയും പുതിനയിലയും ചേർക്കാം കേട്ടോ. ഇത് ഇതിനകത്ത് ഒഴിച്ചുവിടാൻ പറ്റാത്ത സാധനങ്ങളാണേ. ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മുടെ ചിക്കനെ ഇതിനകത്തേക്ക് ഇടാം കേട്ടോ. ചിക്കൻ മുഴുവനുമായി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയും ചേർക്കുന്നുണ്ട്. മുൻപ് പറഞ്ഞല്ലോ, മല്ലിയിലയും പുതിനയിലയാണ് ഇതിൻ്റെ ടേസ്റ്റിന് നിർണ്ണയിക്കുന്ന മെയിൻ ഒരു ഘടകം. അത് കാരണം അക്കാര്യത്തിൽ പിശുക്ക് കാണിക്കണ്ടേ, ധാരാളമായിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ട് പകുതി എടുത്തിട്ടുള്ള മസാല ഉണ്ടല്ലോ, നമ്മുടെ മെയിൻ മസാല, ആ മസാല കൂടി ചേർക്കുന്നുണ്ടേ. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ക്വാണ്ടിറ്റി നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ പ്രത്യേകം കൊടുത്തേക്കാം കേട്ടോ. നന്നായി ഒന്ന് ഇളക്കിയ ശേഷം നമ്മളിതിലേക്ക് ചൂടുവെള്ളം, നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട്, ആ ചിക്കൻ വേവാനുള്ള വെള്ളം മതിയേ, അതങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും വേവിക്കണം കുറച്ച് നേരം അടച്ചു വെച്ച് കേട്ടോ. ഇത് ഉണ്ടാക്കാനായിട്ട് നമ്മൾ പാത്രം എടുക്കുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളൊരു പാത്രം തന്നെ എടുക്കണം കേട്ടോ. കാരണം നമ്മൾ ദമ്മിടുന്നത് ഈ പാത്രത്തിലേക്ക് തന്നെയാണ്. അപ്പോൾ റൈസും ചിക്കനും കൂടെ കിടക്കാൻ പാകത്തിലുള്ള വലിപ്പമുള്ളൊരു പാത്രം എടുക്കണേ. അതവിടെ നന്നായി അടഞ്ഞിരുന്നൊന്ന് വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് കുറച്ച് പരിപാടികളും കൂടെ ഉണ്ട്. ഇനി നമുക്ക് റൈസിൻ്റെ കാര്യം നോക്കാം കേട്ടോ. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് നന്നായിട്ട് നെയ്യ് എടുത്തതിന് ശേഷം പൊടിക്കാത്ത ഗരം മസാല ഇടുവാണ്. എന്നിട്ട് നമ്മൾ കഴുകി വാരി മാറ്റി വെച്ചിരുന്ന അരി അതിലേക്ക് ചേർത്ത് ഒരു 30 സെക്കൻഡ് ഇളക്കി കൊടുക്കണം കേട്ടോ. ചെറുതായിട്ടൊരു പൊട്ടുന്ന സൗണ്ട് കേൾക്കും, അതുവരെ ഇളക്കി കൊടുക്കണേ. അതിലേക്ക് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് എന്നുള്ള അളവിലാണ് കേട്ടോ വെള്ളം ചേർക്കുന്നത്. ശേഷം ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇത് മൂടി വെച്ച് നമുക്ക് വേവിക്കാം കേട്ടോ. ഈ മസാലകൾ ഇങ്ങനെ കിടക്കുന്നത് നിങ്ങൾക്ക് തിളച്ചതിന് ശേഷം വേണമെങ്കിൽ എടുത്ത് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായി വെന്തിട്ടുണ്ടാവും. അതിലേക്ക് വീണ്ടും മല്ലിയിലയും പുതിനയിലയും ചേർക്കുന്നുണ്ട്. ഇതിപ്പോൾ 3ാം തവണയാണ് കേട്ടോ നമ്മൾ മല്ലിയിലയും പുതിനയിലയും ചേർക്കുന്നത്. ഇനി നമുക്ക് റൈസിൻ്റെ പാകം നോക്കാം കേട്ടോ. റൈസിൻ്റെ വേവ് നോക്കുന്നത് ഇങ്ങനെ കൂട്ടി ഒട്ടിപ്പിടിച്ചിരിക്കാത്ത രീതിയിലുള്ള ഒരു വേവിന് എടുക്കണം. ഇനി ദമ്മിടൽ ചടങ്ങാണ്. അതിനുവേണ്ടി നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന സവാളയും അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ ഈ ചിക്കൻ്റെ മേലേക്ക് ചേർക്കുന്നുണ്ടേ. അതിൻ്റെ മേലേക്ക് നമ്മൾ റൈസ് നല്ലോണം ഫില്ല് ചെയ്തതിന് ശേഷം അണ്ടിപ്പരിപ്പും കിസ്മിസും ബാക്കിയുള്ള സവാളയും കൂടി അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി പാത്രത്തിൻ്റെ അടുപ്പ് മൈദ കൊണ്ട് വല്ല ഒട്ടിച്ചതിന് ശേഷം നമുക്ക് മുകളിൽ വേണമെങ്കിൽ കനലിട്ട് കൊടുക്കാം കേട്ടോ. അതല്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഒരു 15 മിനിറ്റിന് ശേഷം ഈ മൂടി തുറക്കുമ്പോൾ വരുന്ന സുഗന്ധം ഉണ്ടല്ലോ, ഊഹ്. ചിക്കനും റൈസും സെപ്പറേറ്റ് വേണമെന്നുള്ളവർക്ക് ഇതിൻ്റെ മേലെ നിന്ന് റൈസ് മാത്രമായി മാറ്റിയെടുക്കാം കേട്ടോ. ഞങ്ങൾ മിക്സ് ചെയ്തെടുക്കുക ഇത്, അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. പിന്നെ ഇതിനകത്തൊരു സർപ്രൈസ് ഉണ്ട് കേട്ടോ. ഇതാണ് സർപ്രൈസ്. ഈ ബിരിയാണിയിൽ കോഴിമുട്ടയുണ്ട് ഗൈസ്. ഇപ്പോൾ കോഴിമുട്ടയുള്ള ബിരിയാണി കിട്ടാൻ നല്ല പാടാ. ഇത് നമ്മൾ ഉണ്ടാക്കിയപ്പോഴൊന്നും നിങ്ങളെ കാണിക്കാതിരുന്നത് നിങ്ങൾക്കൊരു സർപ്രൈസായിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് കോഴിമുട്ടയെ കൂടിയിട്ടാണ് ദം ബിരിയാണി കഴിക്കുന്നത്. നമുക്കതാ ഇതിനകത്തൊരു ലെഗ് പീസ് എടുക്കാം കേട്ടോ. ഇതാ നല്ല അടിപൊളിയായിട്ട് വെന്തേക്കുന്ന പീസാണ് കേട്ടോ. ഉള്ളെടുത്തു കേട്ടോ, അതേപോലെ വെന്തിട്ടുണ്ട്. ഇതാ ഒരു ചിക്കൻ പീസും
അവിടുന്ന് ഒരു മുട്ടയുടെ പകുതിയും കുറച്ച് സലാഡും. ആഹാ, ഇതെല്ലാം കൂടെ ഒരു പിടി പിടിച്ചാണ്ടല്ലോ. അപ്പോൾ ഈ സ്പെഷ്യൽ ദം ബിരിയാണി ഞങ്ങളുടെ തന്നെ മസാലയിൽ ഉണ്ടാക്കിയെടുത്താണ് കേട്ടോ. ഒരു വല്ലാത്തൊരു ടേസ്റ്റുള്ള ബിരിയാണി. നിങ്ങൾ ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളൊരു ഫുഡി ആണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടമായിരിക്കും ഈ സാധനം കഴിച്ചില്ലെങ്കിൽ.